പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ പല ആവശ്യങ്ങൾക്കും നമ്മുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. അത് നമ്മൾ പല രീതിയിലാണ് എടുക്കാറുള്ളത്. സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കാം. 3 വിരൽ സ്ക്രീനിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് ആവും. അതുപോയിട്ട് പവർ ബട്ടണും വോളിയം ബട്ടണും ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആവും. അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്വകാര്യമായിട്ട് ഫോട്ടോ എടുക്കുന്നവരും സ്വകാര്യമായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്നവർക്കെല്ലാം ഉപകാരമായിട്ടുള്ള, ഗാലറിയിൽ വരാതെ തന്നെ അത് സ്വകാര്യമായി സൂക്ഷിക്കാൻ കണക്കിനുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണിത്. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ ആപ്ലിക്കേഷൻ എന്താണെന്ന്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി ഈ ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ആദ്യം കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ടേക്ക് സ്ക്രീൻഷോട്ട് വിത്തൗട്ട് ദം നവിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് കൊടുക്കുക, അലോ കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബബിൾസ് വരുന്നത് കാണാൻ നമുക്ക് സാധിക്കും. ഇതുവഴിയാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, സ്ക്രീൻഷോട്ട് ആവും. ഏത് ഭാഗത്താണോ നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഭാഗം നമുക്ക് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്ക് സ്ക്രീൻഷോട്ട് ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇതുവഴി എടുത്ത സ്ക്രീൻഷോട്ടുകൾ നമുക്കിവിടെ ഈ ആപ്ലിക്കേഷനിൽ ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്ക്രീൻഷോട്ട് നമ്മൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നോട്ട് എഡിറ്റ് ചെയ്യാം. ഇതിലെന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, എന്നിട്ട് സേവ് കൊടുക്കാം. അത് പോയിട്ട് പല പല ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് വേണേൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യാം. മൂവ് ടു ഗാലറിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആക്കാം. പക്ഷേ ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ഗാലറിയിൽ ഈ സ്ക്രീൻഷോട്ട് കാണത്തില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് പോയിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്യാമറ ഡിസേബിൾഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഫസ്റ്റ് കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ക്യാമറ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ ഒരു രഹസ്യമായിട്ടുള്ളൊരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അത് ഗാലറിയിൽ മറ്റൊരാൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഗാലറി വഴി നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും. പക്ഷേ ഈ ആപ്പ് വഴിയാണ് ആ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പിൽ മാത്രമേ കാണത്തുള്ളൂ. ഇത് നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് മൂവ് ടു ഗാലറിയിലേക്ക് ഇവിടുന്ന് ആക്കാവുന്നതാണ്. ഇവിടുന്ന് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, നമുക്ക് മൂവ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ എടുക്കുന്ന പിക്ചറുകൾ ഇവിടെ ലോഡായി കിടക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതുവഴി ചെയ്തതിന് ശേഷം മാത്രമേ ഈ ബബിൾസ് ഒഴിവാക്കാവൂ കേട്ടോ. ബബിൾസ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം, നമ്മൾ ആപ്ലിക്കേഷനിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പ് ഇൻഫോയിൽ പോവുക. ഇൻഫോയിൽ പോയതിന് ശേഷം നമുക്കിവിടെ സ്റ്റോറേജ് കാണും. ഈ സ്റ്റോറേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബബിൾസ് ഒഴിവാവും. പക്ഷെ നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോകൾ കാണത്തില്ല. നമ്മൾ അവിടുന്നത് ഡിലീറ്റ് ആയി പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഗാലറിയിലേക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഷെയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഇതിൻ്റെ ബബിൾസ് ഒഴിവാക്കാവൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.